4 മണിക്ക് പിള്ളേർക്ക് കഴിക്കാനേ അപ്പം അടക്കെ തയ്യാറാക്കി മടുത്തെങ്കിലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും പെട്ടെന്നായിരിക്കും സമയം പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ട് വേണ്ടത് വറുത്ത റവ, ഗോതമ്പ് പൊടി, ഇത്രയും മതി. മിക്സിയുടെ മീഡിയം സൈസ് ജാറിലേക്ക് 2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുക. അതേ അളവിലുള്ള ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയും ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതൊന്ന് യോജിച്ച് വരട്ടെ. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു തിക്നെസ്സിൽ ഇത് കലക്കി എടുക്കാം. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്, വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അത് കട്ടി കുറച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല, എനിക്കിത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അത് മൂടി വയ്ക്കുക. ഒരു 4 മണി വരെ അതവിടെ ഇരിക്കട്ടെ. 4 മണി കഴിയുമ്പോൾ നമുക്ക് ആവശ്യം നമ്മുടെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ സാധനം സെറ്റായി ഉണ്ടാവും. ഞാൻ കൃത്യം ഒരു 35 മിനിറ്റോളം മാവ് സെറ്റാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ മാവ് പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. ഇതിലെത്ര കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ സാധനം പൊന്തി വന്നിട്ടുണ്ട്. മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചൂടായ വെള്ളയപ്പ ചട്ടിയിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വട്ടം ചുറ്റിച്ച് എടുത്ത് ചുട്ട് മാറ്റി വയ്ക്കാം. മക്കളെത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് ചെയ്ത് വെച്ചാൽ മതി. കാരണം ചൂടോടുകൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ വെള്ളയപ്പത്തിന് ചെയ്യുന്നത് പോലെ ചുറ്റിച്ചെടുക്കുക, മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോഴത്തേക്കും വെള്ളയപ്പത്തിന് വെക്കുന്നതിനേക്കാൾ ഒരു 10 സെക്കൻഡ് കൂടുതൽ മൂടി വെക്കേണ്ടതുണ്ട്. അരിയപ്പം പോലെ അത്ര നൈസ് അല്ലാത്തതുകൊണ്ട് സ്വല്പം കട്ടിയുണ്ടായിരിക്കും, എങ്കിലും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 10 സെക്കൻഡ് കൂടി കൂടുതൽ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. പന്ത്രണ്ട് അപ്പത്തിനുള്ള മാവ് ഉണ്ടായിരിക്കും ഇത്. അത് മാത്രമല്ല, ഇതിൻ്റെ കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി മാവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ 4 മണിക്ക് കഴിച്ചാലും വൈകുന്നേരത്തേക്ക് ഇവർ ഇത് തന്നെ അപ്പം തന്നെ ആയിരിക്കും കഴിക്കുക. അപ്പം അതുകൊണ്ടാണ് അത്രയും കൂടുതൽ ഉണ്ടാക്കുന്നത്. നല്ല വിശപ്പായിട്ടായിരിക്കും വരാം. കാരണം സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറെന്ന് പറയുന്നത് ഉച്ചയ്ക്കൽ ഇൻ്റർവെല്ലിൻ്റെ കളി കഴിയുന്നതോടുകൂടി തന്നെ അത് ദഹിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അമ്മ വീട്ടിലുള്ള ദിവസം പ്രത്യേക ആവേശമാണ് വരാനായിട്ട്. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് അവനറിയാം. ഇനി കുറച്ച് നേരത്തേക്ക് നല്ല ആശ്വാസമായിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കളിക്കാൻ പോലുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അടുത്ത വിശപ്പ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.